ഇനി നമ്മളൊരു ലൈഫ് ഭവന പദ്ധതിയുടെ കാഴ്ചയിലേക്ക് പോവുകയാണ്. നിർമ്മാണമൊക്കെ തുടങ്ങി ഒരുപാട് വർഷങ്ങളായി. പക്ഷേ നമ്മുടെ പത്തനംതിട്ട എഴംകുളത്തെ ലൈഫ് ഭവന സമുച്ചയ പദ്ധതി അത് ഇനിയും എങ്ങും എത്തിയിട്ടില്ല. 54 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ലൈഫ് പദ്ധതി പ്രകാരം കെട്ടിടം തയ്യാറാക്കുന്നത്. പക്ഷേ ഈ പണിയൊക്കെ നിലച്ചിട്ട് 4 വർഷം പിന്നിടുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് നിർമ്മാണം മുടങ്ങാനുള്ള കാരണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 7 കോടി 2 ലക്ഷം രൂപ ചിലവിട്ട പത്തനംതിട്ട ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ ഏനാത്തിൽ നിർമ്മിക്കുന്ന ഈ ലൈഫ് ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിട്ട് കാലങ്ങളായി. 2020 സെപ്റ്റംബർ 24-നാണ് മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. 6 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. പഞ്ചായത്ത് വിട്ടു നൽകിയ 1 ഏക്കർ സ്ഥലത്തായിരുന്നു 2 ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണം. 54 കുടുംബങ്ങളായിരുന്നു പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത്. അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്കാണ് കരാർ ലഭിച്ചത്. ലോ വെയ്റ്റ് സ്റ്റീൽ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. എന്നാൽ പണി ആരംഭിച്ച് കുറച്ചു നാളുകൾക്കുള്ളിൽ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കരാർ കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. ഇത് ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് ഏനാത്ത് വില്ലേജിന്റെ പരിധിയിലുള്ള ഒരു ഗ്രൗണ്ടായിരുന്നു, കളിസ്ഥലം. ഏകദേശം ഒരു 3 വാർഡിലെ കുട്ടികൾ ചെറുപ്പകാലം മുതൽ ഇവിടെ ടൂർണമെന്റും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് 2020 സെപ്റ്റംബർ 24 നമ്മുടെ ബഹുമാനീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു വീഡിയോ മീറ്റിംഗിൽ കൂടി ഇതിന്റെ ലൈഫ് പദ്ധതി ഫ്ളാറ്റിന്റെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ ഇത് പണി പൂർത്തീകരിച്ച് ഈ വസ്തുവും വീടും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഇത് താമസിക്കാൻ യോഗ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ 6 മാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 വർഷം കഴിഞ്ഞതിന് ശേഷവും ഇതിൻ്റെ യാതൊരുവിധ കാര്യങ്ങളും ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് പോലും 2ാം ഘട്ട വർക്ക് പോലും പൂർത്തീകരിച്ചിട്ടില്ല. 4 വർഷം പിന്നിട്ടിട്ടും ഇരു സമുച്ചയങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. 2ാം കെട്ടിടത്തിന്റെ അടിത്തറ നിർമ്മാണമേ കഴിഞ്ഞിട്ടുള്ളൂ. പദ്ധതി ആരംഭിച്ചതു മുതൽ കരാർ കമ്പനി സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. സാമഗ്രികളുടെ വിലവർധന മൂലം നിലവിൽ ടെൻഡർ ലഭിച്ചിരിക്കുന്ന തുകയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ടെൻഡർ റിവൈസ് ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. അടച്ചുറപ്പുള്ള വീടെന്ന ആശയവുമായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി സർക്കാർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടേ മതിയാകൂ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.